ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കിയിൽ നിന്ന് തന്നെയാണ്. 1960 ഭൂപതിവ് നിയമ ഭേദഗതി അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ഇടുക്കി ജില്ലയിൽ LDF ഹർത്താൽ തുടരുകയാണ്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ നടത്തുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുകയാണ്. ബിനീഷ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുന്നത്? വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ടോ? ജനങ്ങൾ എങ്ങനെയാണ് ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നത്? ഹരിത ഹർത്താൽ പുരോഗമിക്കുന്നു. യാതൊരു സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഹർത്താൽ സമാധാനപരമായി ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ഹർത്താൽ ദിവസം തന്നെ LDF നേതാക്കൾ തന്നെ രാജ്ഭവനിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. 10,000 കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ മാർച്ച് തന്നെയാണ് രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഈ മാർച്ച് നടത്തുമ്പോൾ രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് എന്ന് പറയുന്നതിന് LDF ഒരു വെല്ലുവിളിയായിട്ടാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധം തന്നെ തീർത്ത LDF ഇന്ന് ഈ ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇന്ന് ഈ തൊടുപുഴയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. ഏതായാലും ഇന്നലെ അടക്കം ആരിഫ് മുഹമ്മദ് ഖാൻ എറണാകുളത്തടക്കം പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ പ്രതിഷേധം എന്തൊക്കെ തന്നെ ഉണ്ടായാലും താൻ ഈ തൊടുപുഴയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്നെല്ലാം തന്നെ ഇന്നലെ ആരിഫ് മുഹമ്മദ് ഖാൻ എറണാകുളത്ത് സംസാരിച്ചു. ഏതായാലും അല്പസമയം ശേഷം ഒരു 10:30 ആരിഫ് മുഹമ്മദ് ഖാൻ ആലുവയിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ട് തൊടുപുഴയിലെത്തും. ഈ തൊടുപുഴയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ 2,000 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ജീവകാരുണ്യ പരിപാടി. അത് ഈ വ്യാപാരികളായെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊരു സഹായസ്ഥമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഈ വ്യാപാരികളുടെ. അതിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ ഗവർണറുടെ ഒരു പരിപാടി. ഏതായാലും ഇന്ന് വ്യാപാരികളെല്ലാം തന്നെ നേരത്തെ തലേദിവസം തന്നെ ഈ ഇടുക്കി ജില്ലയിൽ ഹർത്താലായ കാരണം തന്നെ ഇന്നലെ തന്നെ തൊടുപുഴയിൽ വന്ന വ്യാപാരികൾ പല ആളുകളും ഇവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നുണ്ട്. ഏതായാലും രാവിലെയോടെ തന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പരിപാടികളെല്ലാം പുരോഗമിക്കുന്നു. ഗവർണർ ഈ സ്ഥലത്ത് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ SFIയുടെ നേതൃത്വത്തിൽ വലിയൊരു കരിങ്കൊടി പ്രതിഷേധവും ഈ തൊടുപുഴയിൽ ഉണ്ടാകും എന്ന കാര്യവും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ വൻ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പല മേഖലകളിലും തന്നെ ഈ SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ പോലീസിന്റെ ഒരു വൻ സുരക്ഷ തന്നെ തൊടുപുഴ ടൗണിലും പല ഭാഗങ്ങളിലും തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഹർത്താൽ പുരോഗമിക്കുന്നുണ്ട്. അവശ്യ സേവനങ്ങളും അതോടൊപ്പം തന്നെ ശബരിമല അടക്കമുള്ള ഈ തീർത്ഥാടകർക്കും തടസ്സമുണ്ടാകില്ലെന്നും LDF നേതൃത്വം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഹർത്താൽ പുരോഗമിക്കുകയാണ്. ശരി, ഇടുക്കിയിലെ LDF ഹർത്താൽ പുരോഗമിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഇന്ന് തൊടുപുഴയിലെത്തുന്നത്. പ്രതിഷേധത്തിന് സാധ്യത കൂടുതലായതിനാൽ ഗവർണർക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ്.